റോമൻ റെയിൻസിന്റെ നെക്സ്റ്റ് മാച്ച് എപ്പോഴാണ് നടക്കാൻ പോകുന്നത് എന്ന് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി പറയാം. അതുപോലെ CM പങ്ക്, റോമൻ റെയിൻസ്, സെത്ത് റോളൻസ് ഇവരെ വെച്ച് സമ്മർ സ്ലാമിൽ ഇപ്പോൾ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് എന്താണെന്നും ഈ വീഡിയോയിൽ പറയാം. അതുപോലെ WWE ചാമ്പ്യൻഷിപ്പ് തോറ്റുപോയ മുൻ WWE ചാമ്പ്യൻ കോഡി റോഡ്സ് എപ്പോഴാണ് റിട്ടേൺ ചെയ്യാൻ പോകുന്നത്, അത്തരത്തിൽ WWE ഒരു പ്ലാൻ എല്ലാം പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയും ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് മെയിനായിട്ടും പറയാൻ പോകുന്നത്. ഇതെല്ലാം നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് WWE സൗദിയിൽ നടത്താൻ വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്ത ക്രൗൺ ജുവൽ എന്ന പേപ്പർ വ്യൂ ആദ്യമായിട്ട് സൗദിയിൽ നടത്താതെ ഓസ്ട്രേലിയയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതായത് ക്രൗൺ ജുവൽ ഒക്ടോബർ 11-ാം തീയതി ഓസ്ട്രേലിയയിലാണ് WWE നടത്താൻ പോകുന്നത്. അതേപോലെ തന്നെ അതേ സെയിം എറീനയിൽ തന്നെ റോ എപ്പിസോഡും സ്മാക്ക് ഡൗൺ എപ്പിസോഡും WWE നടത്തുന്നുണ്ട്. അതായത് ഒക്ടോബർ 10-ാം തീയതി സ്മാക്ക് ഡൗൺ എപ്പിസോഡും 11-ാം തീയതി ക്രൗൺ ജുവലും 13-ാം തീയതി റോ എപ്പിസോഡുമാണ് നടത്താൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു 3 ഷോസും ഓസ്ട്രേലിയയിലാണ് നടത്താൻ പോകുന്നത്. അപ്പോൾ ഇതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ സമയത്തിൻ്റെ കാര്യത്തിൽ വലിയ മാറ്റം വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഉച്ചയ്ക്ക് 2:30 ആ സമയത്തൊക്കെ ആയിരിക്കും നമ്മൾക്ക് ഇവിടെ ലൈവായിട്ട് കാണാൻ സാധിക്കുക ഈ ഷോസ് എല്ലാം. പിന്നെ നെറ്റ്ഫ്ലിക്സ് ആയതുകൊണ്ട് എല്ലാ ഷോസും നമുക്ക് ലൈവ് കാണാൻ സാധിക്കും. ടാപ്പ് ചെയ്തിട്ടുള്ള പരിപാടിയൊന്നും അവർക്കില്ല. അപ്പോൾ ആദ്യമായിട്ട് ഓസ്ട്രേലിയയിലാണ് ഇപ്രാവശ്യം ക്രൗൺ ജുവൽ നടത്താൻ പോകുന്നത്, അതായത് സൗദി അറേബ്യ വിട്ടുകൊണ്ട്. അപ്പോൾ സൗദിയിൽ ഇനി എന്ത് സ്പെഷ്യൽസ് ആണ് വരിക എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് അല്ലെങ്കിൽ ക്ലാഷ് ഓഫ് ചാമ്പ്യൻസ് അവിടെ കൊണ്ടുപോയി നടത്തിയേക്കാം. നമ്മൾക്കറിയാൻ സാധിക്കുന്നത് സൗദിയിൽ ഇപ്രാവശ്യം സ്പെഷ്യൽ ഉണ്ടാകാൻ ചാൻസ് ഇല്ല എന്നാണ്. അതായത് നേരിട്ട് 2026 റോയൽ റംബിളിലാണ് അവിടെ നടത്താൻ പോകുന്നത് എന്ന്. അപ്പോൾ അത് കൺഫേം ചെയ്ത കാര്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ഇതുപോലെയുള്ള ചില കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഓസ്ട്രേലിയയിൽ ക്രൗൺ ജുവൽ WWE കൊണ്ടുപോയിട്ടുള്ളത്. ഇനി WWE ചാമ്പ്യൻഷിപ്പ് റെസൽമേനിയയിൽ തോറ്റ കോഡി റോഡ്സ് എപ്പോഴാണ് വരാൻ പോകുന്നത് എന്ന് നോക്കാം. ഇതിപ്പോൾ WWE ആണ് കൺഫേം ചെയ്തിട്ടുള്ളത്. ഇത് ലാസ്റ്റ് മിനിറ്റിൽ ചിലപ്പോൾ അവർ ചേഞ്ച് ചെയ്ത് മാറ്റാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രകാരം എന്നാണ് വരാൻ പോകുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ മെയ് മാസം 16-ാം തീയതി നടക്കുന്ന സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ കോഡി റോഡ്സിൻ്റെ പേരെല്ലാം വെച്ചുകൊണ്ട് WWE പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതായത് കോഡി റോഡ്സ് ആ ഒരു ഷോയിൽ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പ്രൊമോട്ട് ചെയ്ത് എപ്പോഴത്തെയും പോലെ ടിക്കറ്റൊക്കെ സെയിലായതിനു ശേഷം പ്ലാൻ മാറ്റുമോ എന്നറിയില്ല. എന്തായാലും മെയ് 16-ാം തീയതി കോഡി റോഡ്സ് വരും എന്നാണ് നമ്മൾക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് സാധ്യത കൂടുതലാണ്. കാരണം ബാക്ക്ലാഷ് ഒക്കെ കഴിഞ്ഞ് സീനയൊക്കെ വന്ന് സെഗ്മെൻറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചുകൊണ്ടായിരിക്കാം കോഡി റോഡ്സ് റിട്ടേൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ വരും എന്നാണ് പറയുന്നത്. ഇത് WWE തന്നെയാണ് പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്. നോക്കാം മെയ് 16-ാം തീയതി സ്മാക്ക് ഡൗണിൽ വരുമോ അത് അവസാന നിമിഷം പ്ലാൻ മാറ്റുമോ എന്ന്. അപ്പോൾ കോഡി റോഡ്സിൻ്റെ റിട്ടേണിനെ പറ്റി പലരും ചോദിച്ചിരുന്നു. ഇതാണ് കോഡി റോഡ്സിൻ്റെ റിട്ടേണിനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ്. ഇനി റോമൻ റെയിൻസിൻ്റെ നെക്സ്റ്റ് മാച്ച് എപ്പോഴാണെന്ന് നോക്കാം. അപ്പോൾ റോമൻ റെയിൻസിനെ പറ്റി ഞാൻ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് റോമൻ റെയിൻസ് ഈ മെയ് മാസം മുഴുവനായിട്ടും WWE വരാൻ ചാൻസ് ഇല്ല എന്ന്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതായത് ജൂൺ മാസത്തോട് കൂടിയിട്ടാണ് റോമൻ വരാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് മണി ഇൻ ദി ബാങ്കിൽ ഒരു മാച്ച് WWE പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാണ് ഇപ്പോൾ നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത്. അതായത് റോമൻ റെയിൻസ് വേഴ്സസ് ബ്രോൺ ബ്രേക്കർ അല്ലെങ്കിൽ റോമൻ റെയിൻസ് വേഴ്സസ് സെത്ത് റോളൻസ്. അപ്പോൾ ഇതിൽ ബ്രോൺ ബ്രേക്കറിൻ്റെ കൂടെയുള്ള മാച്ച് ആയിരിക്കാം പ്ലാൻ ചെയ്യാൻ ചാൻസ്. സെത്തിൻ്റെ കൂടെയുള്ള മാച്ച് പെട്ടെന്ന് ഒന്നും വെക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ ബ്രോൺ ബ്രേക്കർ റോമൻ റെയിൻസുമായിട്ട് മണി ഇൻ ദി ബാങ്കിൽ മാച്ച് വയ്ക്കും. അപ്പോൾ ഇതാണ് റോമൻ റെയിൻസിൻ്റെ നെക്സ്റ്റ് മാച്ചായിട്ട് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഇതേ പ്ലാനിൽ ചിലപ്പോൾ CM പങ്കിനെ ആഡ് ചെയ്തുകൊണ്ട് CM പങ്ക് വേഴ്സസ് ബ്രോൺ ബ്രേക്കർ മാച്ച് വെക്കാനും ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പ്ലാൻ പറയുന്നത് എന്ന് വെച്ചാൽ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞു ഇവരുടെ സമ്മർ സ്ലാം പ്ലാനിനെ പറ്റി പറയാമെന്ന്. അതായത് സെത്ത്, CM പങ്ക്, റോമൻ റെയിൻസ് ഇവരുടെ. അപ്പോൾ ആ പ്ലാൻ മറ്റൊന്നുമല്ല, ബാക്ക്ലാഷിൽ WWE പ്ലാൻ ചെയ്ത അല്ലെങ്കിൽ അത്തരത്തിൽ മാച്ച് നടക്കുമെന്ന് പറഞ്ഞു വന്ന ആ ഒരു ടാഗ് ടീം മാച്ചാണ് സമ്മർ സ്ലാമിൽ ഇപ്പോൾ WWE പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതുവരേക്കും ഇവരുടെ സ്റ്റോറി ലൈൻ അടിപൊളിയായി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് CM പങ്ക് അല്ലെങ്കിൽ റോമൻ റെയിൻസ് ഇവർക്ക് ബ്രോൺ ബ്രേക്കറിൻ്റെ കൂടെ മാച്ച് കൊടുക്കാൻ പോകുന്നത്. ഇതിൽ കൂടുതൽ ചാൻസ് റോമൻ റെയിൻസ് വേഴ്സസ് ബ്രോൺ ബ്രേക്കർ സ്പിയർ വേഴ്സസ് സ്പിയർ മാച്ച് വരാനാണ്. എന്നിട്ട് ആ മാച്ചിൻ്റെ അവസാനത്തിൽ സെത്ത് ടീമെല്ലാം ഒന്ന് അറ്റാക്ക് ചെയ്തുകൊണ്ട് ഇവരുടെ സ്റ്റോറി സമ്മർ സ്ലാമിലേക്ക് പോയി പിന്നീട് CM പങ്കുമായി ഒന്നിച്ചുകൊണ്ട് സമ്മർ സ്ലാമിൽ നമ്മൾക്ക് ആ ഒരു ടാഗ് ടീം മാച്ച് കാണാൻ സാധിക്കും. അപ്പോൾ ഈ മാച്ച് ബാക്ക്ലാഷിൽ നടക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും അടിപൊളിയാണ്. സമ്മർ സ്ലാമിൽ വരുമ്പോൾ ഓൾറെഡി റെസൽമേനിയ നൈറ്റ് 1 ഇവന്മാർ കൊണ്ടുപോയി. ഈ മാച്ച് എങ്ങാനും സമ്മർ സ്ലാം നൈറ്റ് 1-ലോ 2-ലോ വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള പ്ലാൻ ഉള്ളതുകൊണ്ടാണ് റോമന് മണി ഇൻ ദി ബാങ്കിൽ മാച്ച് കിട്ടാനായിട്ട് ചാൻസ് ഉള്ളത്.
അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ റോമൻ റൈൻസ് ആണ്, സെക്കൻഡ് CM പങ്കിന് ഇങ്ങനെ മാച്ച് വന്നേക്കാം. എന്തായാലും നോക്കാം. വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതിന് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.